ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് എന്താ ഇത് ഹെൽത്തിന്ന് ഞാൻ എന്നാണെങ്കിൽ വൈറ്റ് കിഡ്നി ബീൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്, കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ കുക്കറിൽ തന്നെ ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇതിനെയാണെങ്കിൽ വൈറ്റ് കിഡ്നി ബീൻസ് എന്നും പറയും, ഇവിടെ ചോളി എന്ന് പറയും, വൈറ്റ് ചോളി എന്നും പറയും, അല്ലെങ്കിൽ പിന്നെ ലോബിയ എന്നും പറയും. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഓൺലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഹെൽത്തി കൂട്ടാനാണ് കേട്ടോ. വീക്കിൽ ഒരു വട്ടമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചോ. ഇത് മഹാരാഷ്ട്രയിലാണെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള കൂട്ടാണ്. ഇത് ബ്ലഡ് ഷുഗർ ലെവൽ മാനേജ് ചെയ്യാനും പിന്നെ വെയിറ്റ് മാനേജ് ചെയ്യാനും പിന്നെ ഡൈജഷന് വേണ്ടിയായിട്ടും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടാനായത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം വൈറ്റ് കിഡ്നി ബീൻസ് ആണെങ്കിൽ നമുക്ക് ഓവർ നൈറ്റിന് വേണ്ടി സോക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ 250 ml കപ്പിന് ഒരു കപ്പ് ഞാൻ എടുത്ത് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഓവർ നൈറ്റിന് വേണ്ടി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കുക. അതിനകത്തമ്മാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകും ജീരകം ഇട്ട് കൊടുക്കുക. രണ്ടും നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സവാള പൊടിയായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം വഴണ്ട് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ കുക്കർ നന്നായിട്ട് ബന്ധാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. തക്കാളിക്ക് ഒന്ന് വെന്തുടഞ്ഞ് മസാലയ്ക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വൈറ്റ് കിഡ്നി ബീൻസ് ഇല്ല, അത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു 2-3 മിനിറ്റത്തേക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് എപ്പോഴും പറയുന്ന കൂട്ട് മസാലയ്ക്കകത്ത് എണ്ണയ്ക്കകത്തിട്ട് ഏത് പച്ചക്കറി ആണെങ്കിൽ ഏത് സാധനമാണ് 2-3 മിനിറ്റത്തേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു 1-1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കാണെങ്കിൽ ഈ ബീൻസ് കിഡ്നി ബീൻസ് ഇല്ലേ, അത് മുങ്ങി കിടക്കണം. ഇതിങ്ങനെ ഇച്ചിരി മേളി വരെ എത്രയും വെള്ളം വേണം കേട്ടോ. നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയിട്ട് ഇപ്പോൾ ഇച്ചിരി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതി വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ബീൻസിലൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 വിസിൽ വന്നതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷമേ തുറക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിഡ്നി ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അതായത് എനിക്കൊരു ചെക്ക് ചെയ്ത് കാണിച്ചത് കാരണം നന്നായിട്ട് ഇതുപോലെ ആയി വരണം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ നമുക്ക് തവിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ആ ഗ്രേവി ഒന്ന് തിക്കായി വരാനായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. വീക്കിൽ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി മക്കൾക്കും കൊടുക്കുക. വീട്ടിൽ എല്ലാവരും കൂടെ കഴിക്കുക, എൻജോയ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുന്ന കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.